നമ്മുടെ ഈ ഒരു ചാനൽ 1 lakh ആകുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു യമണ്ടൻ സാധനമാണ് കേട്ടോ. ഒരു യമണ്ടൻ ഗീവ് അവേ, യമണ്ടൻ ഗിഫ്റ്റുകൾ. ഗീവ് അവേ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് ഐഫോണോ ഇതൊന്നുമല്ല നൽകുന്നത്. ആൾക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോലി. അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് കുറേ ജോലികൾ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും വേഗം തന്നെ 1 lakh ആക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും. നമസ്കാരം എല്ലാവർക്കും. എഡിയ മല്ലുവിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇതുവരെയും എനിക്ക് വളരെ സന്തോഷമുണ്ട്, 1900-ലധികം അല്ല 2000-ലധികം ആൾക്കാർക്ക് ജോലി കിട്ടി ലോകത്തിൻ്റെ പല ഭാഗത്ത് GCC കൺട്രികളിലുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും എമൗണ്ടായിട്ട് നമുക്ക് ചിന്തിക്കാൻ, ആലോചിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബോദർ ചെയ്യുന്ന ഒരു കാര്യം, ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്, സാർ ഏറ്റവും നല്ല ഏജൻസി ഏതാണ്, നല്ല കൺസൾട്ടൻ്റ് ഏതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാരീഡ്, കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുള്ളത് നേഴ്സിംഗ് ഇൻഡസ്ട്രിയെ ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി. അപ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, സാർ നമ്മൾ എവിടെയാണ് സാർ പോകേണ്ടത്, ഏതാണ് നല്ലത്, ട്രസ്റ്റ് ആരാ ചെയ്യേണ്ടത്. ഒരുപാട് വിസ അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസികളെ പറ്റി അറിയാറുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ സ്കാമുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നഴ്സിംഗ് മേഖല, അതുപോലെ തന്നെ നമ്മുടെ മാൾട്ട, പോളണ്ട് ഈ വക മേഖലയിലാണ്. അപ്പോൾ നമുക്കിവിടെ ചിന്തിക്കേണ്ടത്, ഞാൻ നമ്മുടെ കഴിഞ്ഞ ഒരു ലാസ്റ്റ് 2 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് നമ്മൾ 3-4 ഏജൻസിയെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു, നേഴ്സസിനെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ കുറേ പേര് ഒന്നിച്ച്, എനിക്ക് തോന്നുന്നു ഗ്രൂപ്പായിട്ടാണോ എങ്ങനെയാണോ എന്നറിയില്ല, എൻ്റെ നമ്പർ കിട്ടി കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഇൻസ്റ്റയിൽ. നമുക്ക് നമ്മൾ BSc നേഴ്സിങ്ങും ജനറൽ നേഴ്സിങ്ങും കഴിഞ്ഞവരുണ്ട്, അപ്പോൾ നമുക്കൊരു ജോലി നോക്കുന്നുണ്ട് ഗൾഫിൽ, അല്ലെങ്കിൽ അപ്പോൾ എന്നോട് പറഞ്ഞത് മലേഷ്യ, സിംഗപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാൻ ഏറ്റവും നല്ലൊരു ഏജൻസി ഏതാണ്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നത് ആരാണ്. അപ്പോൾ നമുക്കവിടെ ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കേണ്ട എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഏതൊരു ഏജൻസിയെ നമ്മൾ തിരഞ്ഞെടുത്താലും അവരുടെ ലൈസൻസ്, അവർക്ക് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ലൈസൻസ് ഉണ്ടോ, മിനിസ്ട്രിയുടെ ലൈസൻസ് ഉണ്ടോ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ലൈസൻസ്, അതിനോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ ലൈസൻസുകളും ഉണ്ടോ, അവർക്ക് ഗൾഫിലേക്ക് ഒരാളെ കയറ്റി വിടാൻ, അല്ലെങ്കിൽ സിംഗപ്പൂർ ഇങ്ങനെയുള്ളിടത്തൊക്കെ ആളെ കയറ്റി വിടാൻ പറ്റുന്ന ആൾക്കാരാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, പ്രീവിയസ് ഇയേഴ്സിൽ അവർ എത്ര പേരെ കടത്തി വിട്ടു, അവരുടെ ടെസ്റ്റിമോണിയൽസ്, അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റുള്ള ഗൾഫിലായിക്കോട്ടെ യൂറോപ്യൻ കൺട്രികളിലായിക്കോട്ടെ ജോലി ചെയ്യുന്നത് നേഴ്സുമാരാണ്. നമ്മുടെ ഈ ഒരു മേഖലയിൽ നല്ല സാലറി പാക്കേജും അതുപോലെ തന്നെ ഒരു PR ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു മേഖലയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. മെയിൽ നേഴ്സ് ആയിക്കോട്ടെ, ഫീമെയിൽ നേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇവരൊക്കെ എന്നോട് ഇത് ചോദിച്ച സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ട് കുറേ ചിന്തിച്ചു. കാരണം സിംഗപ്പൂർ, മലേഷ്യ അല്ലെങ്കിൽ ഈ വക മേഖലയിൽ സിംഗപ്പൂർ ഏറ്റവും കൂടുതൽ നേഴ്സസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു സമയമാണ്. കാരണം മിനിമം നമുക്കൊരു എനിക്ക് തോന്നുന്നു 60,000 മുകളിലോട്ട് സാലറി തന്നെ സ്റ്റാർട്ടിങ് തന്നെ കിട്ടാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 50 വർഷത്തേക്ക് നമുക്കൊരു 2 year കോൺട്രാക്റ്റിൽ പോയാൽ പോലും 50 വർഷം കണ്ടിന്യൂസ് നിൽക്കാൻ സാധിക്കും. PR-നുള്ള എലിജിബിലിറ്റി നമ്മുടെ ഹസ്ബൻഡിനെ, ഭർത്താവിനെ കൊണ്ടുപോകാൻ ഒരു ഭാര്യയാണെങ്കിൽ, ഇനി അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സെറ്റിൽമെൻറ്റിന് പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗപ്പൂരിന് അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിച്ച സമയത്ത് ഞാൻ കുറേ നമ്മൾ ഇതിനെപ്പറ്റി നോക്കി, കുറേ നമ്മൾ വെബ്സൈറ്റിൽ, അതിനോടൊപ്പം തന്നെ കുറേ ആൾക്കാരുടെ റിവ്യൂസ്, കുറേ പോയവരോട് അല്ലെങ്കിൽ സിംഗപ്പൂർ ഇപ്പോൾ ഉള്ള മലയാളികൾ, അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ചെന്നൈയിലുള്ള ഒരു സ്ഥാപനത്തെ കണ്ടെത്തി. നമ്മുടെ ചെന്നൈയിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഈ ഒരു സ്ഥാപനം വഴി പോകുന്നുണ്ട്, നീ ഇവരോടൊന്ന് വിളിച്ച് തിരക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ജുപ്പിറ്റർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റി അറിയുകയും ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുവരെ 10-500 ആൾക്കാർ കൂടുതൽ വിട്ടു കഴിഞ്ഞു. അവരെനിക്ക് ടെസ്റ്റിമോണിയൽസ് കാണിച്ചു തന്നു. ഞാൻ അവരെപ്പറ്റി പൂർണ്ണമായിട്ടും തിരക്കി. 100+ ലൈസൻസ് അവർക്കുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ് എക്സ്റ്റേണൽ അഫേഴ്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ ലൈസൻസും അവർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സിംഗപ്പൂർ മേഖലയിൽ നേഴ്സസ് വേക്കൻസി ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ അവർക്ക് നേഴ്സസ് വേക്കൻസീസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അവർ കുറേ കടമ്പകൾ പറഞ്ഞു കേട്ടോ. നേഴ്സുമാരാണെങ്കിൽ അവർക്ക് പ്രഗ്നൻ്റ് ആണെങ്കിൽ പോകാനായിട്ട് സാധിക്കില്ല. അവിടെ പോയിട്ട് പ്രഗ്നൻ്റ് ആയാൽ ചെന്നിറങ്ങി 1 മാസത്തിനുള്ളിൽ ആയാൽ പോലും തിരിച്ച് കയറ്റി വിടും.
അപ്പോൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പല കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നോർമൽ ബ്ലഡിൽ വരുന്ന രോഗങ്ങളൊന്നും പാടില്ല, ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ തന്നെ മറ്റുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങളൊരു കാണുന്ന ഒരാൾക്ക് നേഴ്സുമാർ ഗൾഫിലേക്കോ അല്ലെങ്കിൽ സിംഗപ്പൂർ മേഖലയിൽ നല്ലൊരു ജോലി, നല്ലൊരു സെറ്റിൽമെൻറ്റ്, കരിയർ സെറ്റിൽമെൻറ്റ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോരുത്തരും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ജുപ്പിറ്റർ ഇൻ്റർനാഷണൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അവരുടെ എങ്ങനെയുള്ള വിസ ആണ്, അല്ലെങ്കിൽ അവരവിടെ ഏതൊക്കെ ടൈപ്പ് വിസയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ആദ്യം എനിക്ക് പറയാനുള്ളത് എസ്പാസ് വിസ. എസ്പാസ് വിസ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് എക്സാംസ് ആണ്. അപ്പോൾ എസ്പാസ് വിസ കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ SNB സിംഗപ്പൂർ നഴ്സിംഗ് ബോർഡിൻ്റെ എക്സാം എഴുതണം. അത് 2 ടൈപ്പ് ഓഫ് എക്സാം ഉണ്ട്. അത് എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അവിടെ കയറി പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു എക്സാം എഴുതുന്നതിന് GNM-നും BSCക്കും ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. GNM ആണ് എങ്കിൽ നമ്മുടെ കേരള ബോർഡ് അല്ലെങ്കിൽ കേരള, പഞ്ചാബ്, ഹരിയാന അങ്ങനെയുള്ള നമ്മുടെ സ്റ്റേറ്റിൽ എഴുതിയവരാണെങ്കിൽ അവർക്ക് നേഴ്സസ് കൗൺസിലിങ്ങിൻ്റെ ഇതാണ് കിട്ടുന്നത്, സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു നേഴ്സസ് എൻറോൾമെൻറ്റ് നടക്കത്തില്ല. GNM പഠിക്കുന്നത് ജനറൽ നേഴ്സിംഗുകാർക്കാണ്. പക്ഷേ അവർ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് പഠിച്ചവരാണെങ്കിൽ, ഇപ്പം മലയാളി കുട്ടികൾ ബാംഗ്ലൂരോ ഇങ്ങനെയുള്ള സ്ഥലത്ത് പഠിച്ചവരാണെങ്കിൽ അവർക്ക് നേഴ്സായിട്ട് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി BSc നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്പാസ് വിസ കിട്ടാൻ നിങ്ങൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒരു BSc നേഴ്സിംഗുകാർക്ക് എത്ര സാലറി പാക്കേജ് വെച്ചിരിക്കുന്നു നമുക്ക് നോക്കാം. 1,25,000 രൂപയും അതുപോലെ തന്നെ നിങ്ങൾക്ക് താമസ സൗകര്യങ്ങൾക്ക് അല്ലെങ്കിൽ താമസത്തിൻ്റെ നമ്മുടെ എക്സ്ട്രാ അലവൻസ് 30,000, അതിനോടൊപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഓവർ ടൈം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നത് 1,70,000 രൂപ വരെ നിങ്ങൾക്ക് സാലറി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. BSc നേഴ്സിംഗുകാർക്കാണ് ആ ഒരു മേഖലയിൽ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ BSc നേഴ്സിങ്ങിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ GNM-ന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇതിനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാമെന്നാണ്. താഴെ നമ്പറുണ്ട്. GNM നേഴ്സസ് കാണുന്നുണ്ടെങ്കിൽ BSc നേഴ്സസ്. അതിനോടൊപ്പം തന്നെ ഇനി എനിക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ളത്, ഈ ഒരു മേഖലയിൽ വർക്ക് പെർമിറ്റ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ സിംഗപ്പൂർ വർക്ക് പെർമിറ്റും അതുപോലെ തന്നെ എസ്പാസ്, ഇത് 2ഉം വർക്ക് വിസകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എക്സാം എഴുതി പാസ്സാകുക. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ്, നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുപോവുകയും നിങ്ങൾക്ക് അവിടെ ഒരു PR-നെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനും സാധിക്കുന്നത്. പക്ഷെ നല്ലൊരു സാലറി പാക്കേജ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ഇയർ വർക്ക് പെർമിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും നിങ്ങൾ വിചാരിക്കും അയ്യോ അത് കഴിയുമ്പോൾ പോരേണ്ട വരുമോ. ഇനിയല്ല, 50 വർഷത്തേക്ക് വരെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്ന് വരെ ജോലി ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തമായി ട്രസ്റ്റ് വർത്തി വെച്ച്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളെ പോലെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജുപ്പിറ്റർ ഇൻ്റർനാഷണൽ വിളിക്കുകയാണെങ്കിൽ അവർ മറ്റുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട് 300-ലധികം വേക്കൻസികൾ നേഴ്സസിൻ്റെ. GNM ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, പോസ്റ്റ് PG ഉള്ളവിടെ ആയിക്കോട്ടെ, നേഴ്സസിൻ്റെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. എത്രയും വേഗം തന്നെ നിങ്ങൾ അവരെ വിളിക്കുക. അവർക്ക് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ചോദിക്കാം. എങ്ങനെയാണ് സാലറി, എവിടെയാണ്, എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ജുപ്പിറ്റർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 5 വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നേഴ്സിംഗ് ഇൻഡസ്ട്രിയിലുള്ളവർ തീർച്ചയായിട്ടും അവരെ പറ്റി അറിഞ്ഞിട്ടുണ്ടാകും. അപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരി നേഴ്സിംഗ് പഠിച്ചിട്ട് ജോലിയില്ലാതിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, നേഴ്സിംഗ് കഴിഞ്ഞ് 3-4 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ മകളോ ഭാര്യയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രയോജനപ്പെടട്ടെ. കാരണം 300-ലധികം വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, സ്ക്രോളിങ്ങിൽ ഞാൻ അവരുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അവരെ വിളിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് പറക്കുക. തീർച്ചയായിട്ടും മറ്റുള്ള ഏതൊരു കൺസേണിനും നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ജാക്സൺ ഇൻ ബ്ലാക്കിൽ വന്ന് ചോദിക്കാവുന്നതാണ്. താമസിക്കുന്നില്ല. ജാക്സൺ ജോസ് സൈനിങ് ഓഫ് ഫ്രം എഡി ഹബ് മല്ലു.